അച്ഛൻ എൻ്റെ വീട്ടിലെ കാര്യത്തിൽ ഇടപെടേണ്ട. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. എടി മോളെ, എനിക്ക് ചുമതലയുള്ള 4 കമ്പനികളിലും ഇവന്റെ ഒരു പരിശോധന നടത്തി. ഇവനാരാ, തഹസീൽദാരോ അതോ മജിസ്ട്രേറ്റോ? ഞാൻ പറഞ്ഞിട്ടാണ് അപ്പോട്ടൻ ആ കമ്പനിയിൽ പോയത്. അവിടെ നടക്കുന്ന എല്ലാ അഴിമതിയുടെ വിവരങ്ങളും എനിക്കും അശോകൻ ചേട്ടന് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. കൈനഗരി എസ്റ്റേറ്റിലെ 4 കമ്പനികളിലും തിരിമറി നടത്തി 2 കോടി രൂപയുടെ വെട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. എന്റെ വീട്ടിൽ കയറി എന്നെ ഭരിക്കണോ? ഓടാ പുറത്തു. ഇതെന്റെ മകന്റെ കമ്പനിയാ, എന്റെ ഇഷ്ടം പോലെ ചെയ്യും. അച്ഛൻ അറിയാതെ ഒന്നും നടക്കില്ല. പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു? ഇതൊക്കെ ചോദിക്കാൻ നീ ആരടി? ഇതെന്റെ മകന്റെ കമ്പനിയാ. തിരിമറി നടത്തിയെങ്കിൽ കണക്കായി പോയി. അച്ഛന് ചുമതലയുള്ള കമ്പനിയിൽ സാമ്പത്തിക തിരിമറിയിൽ കോടികൾ വന്നിട്ടുണ്ടെങ്കിൽ ഇരുമ്പഴി എണ്ണുന്നതേ അച്ഛനായിരിക്കും. 6 മാസത്തെ അക്കൗണ്ട് ഡീറ്റെയിൽസ് മാത്രമേ പരിശോധിച്ചിട്ടുള്ളൂ. ബാക്കി കൂടി നോക്കിയാൽ മാത്രമേ എത്ര കോടിയുടെ തിരിമറി നടത്തിയിട്ടുണ്ടെന്ന് പറയാൻ പറ്റൂ. എടാ പുളുന്തേനെ, ഞാൻ നിന്നോട് വല്ല തെറ്റ് ചെയ്തിട്ടുണ്ടോടാ? നിങ്ങൾ 2 പേരും കൂടി എനിക്കിട്ട് പണിയല്ലേ? എന്റെ അശോകൻ വരട്ടടാ, കാണിച്ചു തരാം. അമ്പളേ, ഞാൻ അശോകനാ. അശോകൻ ചേട്ടാ, കമ്പനിയുടെ അക്കൗണ്ട് എല്ലാം പൂർണ്ണമായും പരിശോധിച്ചോ? ആരെയും വെറുതെ വിടരുത്. 6 മാസത്തെ ഡീറ്റെയിൽസ് മാത്രമേ പരിശോധിച്ചുള്ളൂ. നാളെ കേസ് ഫയൽ ചെയ്യും. മുഖം നോക്കാതെ നിയമ നടപടികളിലേക്ക് പോകണം. ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. എന്നെ പൊന്നു മോളെ, ഈ വയസ്സാം കാലത്ത് അച്ഛനെ ചതിക്കരുതും. എത്ര രൂപ വേണമെങ്കിലും തരാം മോളെ. എടാ അപ്പു എന്നെ അകത്താക്കണ്ടേ എന്നൊന്നും പറയടാ. എടാ അപ്പു, എഴുന്നേറ്റേ അവിടുന്ന്. അച്ഛൻ അടിച്ചു മാറ്റി പണം എല്ലാം കൊണ്ട് ബാങ്കിൽ കൊണ്ട് അടച്ചിട്ട് വാ. ബാക്കി കാര്യം പിന്നീട് സംസാരിക്കാം. ഓ, പെട്ടെന്ന് ചെന്ന് വാ. പോ. കള്ളാ, കോടിക്കള്ളാ പോകുവാണ്.